ഇന്ന് മാർച്ച് 20-ാം തീയതി ചെറിയ പെരുന്നാൾ ദിവസം. നമ്മൾ വീഡിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആണ്, കാരണം തിരക്ക് കാര്യങ്ങളായതുകൊണ്ടാണ്. രാവിലെ നമ്മൾ എണീറ്റ് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ വിഭവങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുടുംബസമേതം തറവാട്ടിലാണ് പെരുന്നാൾ ആഘോഷം കാര്യങ്ങളൊക്കെ. രാവിലെ ഉമ്മ തലയിൽ എണ്ണ തേച്ച് വന്ന് കുട്ടികൾക്ക് എണ്ണ തേച്ച് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് നേരെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതാണ്. എന്നും രാവിലെ 6:30 മണിക്കൊക്കെയാണ് നമ്മളിവിടെ കൃഷിയിടത്തിൽ നന കൊടുക്കല്. ഇന്ന് രാവിലെ 8 മണിക്കാണ് പള്ളിയിൽ നമസ്കാരം. പള്ളിയിൽ പോയി വന്നിട്ട് നമ്മൾ രാവിലെ തോട്ടത്തിൽ നനക്കാന്ന് വിചാരിച്ചു. രാവിലെ തന്നെ പാടത്തൊരു മഞ്ഞ് വീണ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ വരമ്പത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉപ്പ പൊതട്ട് മൂടിയതാണ്. അൽഹംദുലില്ലാ, ഒരാൾക്ക് അത്യാവശ്യം സൈസ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വരമ്പത്ത് ഇവിടെയൊക്കെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ്. ഇനി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ ഉണ്ട്. ഇനി ഒരു 20 ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ തണ്ണിമത്തൻ തോട്ടത്തിൽ നിന്നൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഇത്രയും ഏരിയയിൽ നമ്മൾ ചെയ്ത സമയത്ത് കുറച്ച് പാളിച്ചകൾ പറ്റി. നമുക്ക് ഒരുമിച്ച് ഒരു ഹാർവെസ്റ്റിങ് നമുക്ക് ഇവിടെ പറ്റൂല, കാരണം പല സമയത്ത് അതിൻ്റെ സീഡ് വെച്ചത് ചില സീഡുകൾ 60-70 ദിവസം വരെ ഹാർവെസ്റ്റിംഗ് ടൈം ഉണ്ട്. വിത്ത് ഇട്ടിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം. എന്നാൽ വിത്ത് ഇട്ടിട്ട് 55 ദിവസം മുതൽ 60-65 ദിവസം വരെയുള്ള ഹാർവെസ്റ്റിംഗ് ടൈം വരുന്നതുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ ആവണത് നമ്മൾ നേരത്തെ പൊട്ടിക്കേണ്ടി വരും. ഒരു പക്ഷേ നമുക്ക് ആദ്യം പൊട്ടിക്കാൻ പറ്റിയ ക്ഷമാമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരാൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് സൈസിലേക്ക് എത്തി നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഇതിന് ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഉള്ളിലേക്കൊന്നും കയറി നോക്കണില്ല. പതിവ് തെറ്റിക്കാതെ കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും കൃഷിയിടത്തിലൊന്ന് രാവിലെ ഒന്ന് നടന്നിട്ട് അവൻ പെട്ടെന്ന് കുളിച്ച് മാറ്റി പള്ളിയിൽ പോലുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നോക്കണം. ഉപ്പ നേരത്തെ തന്നെ പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ കൂട്ടി ഓട്ടോറിക്ഷയിൽ, സഹോദരൻ്റെ ഓട്ടോറിക്ഷയിൽ നമ്മൾ എന്തിനും പള്ളിയിലേക്കാണ്ട് പോവാണ്. പള്ളിയിലെത്തി കഴിഞ്ഞ് പെരുന്നാൾ ചുമ കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെയും സുഹൃത്തുക്കളൊക്കെ കണ്ട് സൗഹൃദമൊക്കെ പങ്കിട്ട് പെരുന്നാളിൻ്റെ ആ സന്തോഷമൊക്കെ പങ്കുവെച്ച് കുട്ടികളും മുതിർന്നവരും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടി പള്ളിൻ്റെ ആ പരിസരത്ത് ആ കുറച്ച് സമയം ഭയങ്കര രസമായിട്ടുള്ളൊരു അനുഭൂതി തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും കണ്ട് കൈയൊക്കെ കൊടുത്ത് സൗഹൃദമൊക്കെ പങ്കിട്ടതിന് ശേഷം പതുക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വെച്ചപ്പോൾ ഉപ്പ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഇനി നേരെ ഉപ്പയും കൂട്ടിയിട്ട് അപ്പോഴത്തേന് സഹോദരനെത്തി. അപ്പോൾ എൻ്റെ മോളും വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് സഹോദരൻ മോളെ കൂട്ടി വന്നതാണ്. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടി നേരിട്ട് നമ്മൾ ബന്ധു വീട്ടിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെ നമ്മളെ ബന്ധു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പാടത്തേക്കൊന്ന് വന്ന് ജസ്റ്റ് ഒന്നൊരു വിസിറ്റ് നടത്തി. ഇനി നമ്മൾ വൈകുന്നേരം വീണ്ടും പാടത്തേക്ക് വന്നിട്ടുണ്ട്. പെരുന്നാളായിട്ട് തോട്ടത്തിലേക്ക് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളവിടെ ദൂരെ കളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇപ്പോൾ കായ പിടിച്ചതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. പെരുന്നാളായതുകൊണ്ടൊന്ന് ഗ്രൗണ്ടിൽ, അവിടെ തലക്കെ ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഫ്രീ ആണ്, കുട്ടികളൊന്നുമില്ല. എല്ലാവരും കൂടി ഇറങ്ങിയതാണ്. ഇത് രസം തന്നെയല്ലേ.